എനിക്ക് എന്നെപ്പറ്റിയും എൻ്റെ കഴിവുകളെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായത്തിന് പറയുന്ന പേരാണ് ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോണ ഒരു ടോപ്പിക് അതാണ് സെൽഫ് എസ്റ്റീം. ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായി. ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒപ്പം 2 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികൾ ഞാനും കൂടിയിട്ട് ഒരു കോൺഫറൻസിന് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് അവരുടെ റിസൾട്ട് വന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, റിസൾട്ട് നോക്കടാ, റിസൾട്ടൊക്കെ നോക്കിയിട്ട് പറയ്, പാസ്സായാ ഇല്ലേ അങ്ങനെയൊക്കെ ആയിട്ട്. അതിൽ ഒരു പയ്യൻ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, സാറേ മാർക്ക് കുറവാണ് സാറ് മാർക്ക് ചോദിക്കരുത്. വേറൊരു പയ്യൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നതാണ്, സാറേ ഞാൻ തോൽക്കും സാറേ, ഞാൻ നോക്കണില്ല, ഞാൻ റിസൾട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞാൻ അവനെ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ അവൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുകയുണ്ടായി. അവൻ പാസ്സായി, എല്ലാ സബ്ജക്റ്റും പാസ്സായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കുറേ പേരുണ്ട് നമ്മുടെ ഇടയിൽ, നമ്മളും ചിലപ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെയായിരിക്കും. നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മുടെ ആത്മാഭിമാനം നമ്മൾ ചില സമയത്ത് കുറഞ്ഞു പോവും ചില സമയങ്ങളിൽ. കാരണം ഈ ആത്മാഭിമാനത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു 2-3 വാക്കുകളുണ്ട്. ഒന്ന് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് അവയർനെസ്. നമ്മൾ പ്രവാചകന്മാരൊക്കെ പറ്റിയിട്ട് ബൈബിളിലും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലോകത്തിലത്തെ ഏറ്റവും വലിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറമയ, ഐസയ, അവരൊക്കെ സ്പിരിച്വൽ ബുക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയും ഇന്ന് ഏറ്റവും വലിയ പ്രവാചകന്മാർ നമ്മൾ തന്നെയാണ് നമ്മളെ പറ്റിയിട്ട് പറയുന്നത്. നമ്മൾ കുറേ പേര് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അയ്യോ എനിക്ക് ഇതിൽ കഴിവില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്താൽ അത് ശരിയാവും, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നങ്ങളാവോ, അങ്ങനെ വിചാരിച്ച് കുറേ പേര് അവരെ തന്നെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ തന്നെ താഴ്ത്തി അവരോട് തന്നെ പറയുന്നു. സെൽഫ് പിറ്റി, എനിക്ക് ഭംഗിയില്ല, എനിക്ക് ഹൈറ്റ് ഇല്ല, എൻ്റെ ശരീരം പോരാ, എനിക്ക് ആ കഴിവില്ല, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരെ നമ്മൾ ഈ ലോകത്ത് നമുക്കിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ്, ആത്മാഭിമാനം. ഇറ്റ് മീൻസ് ആൻ ഒപ്പീനിയൻ അബൌട്ട് ഹിസ് ഓൺ ക്യാരക്ടർ ആൻഡ് എബിലിറ്റീസ് ഓർ ഹിംസെൽഫ്. ഒരാളെ പറ്റിയിട്ട് ആൾക്ക് തന്നെ ഉണ്ടാവുന്ന അഭിപ്രായങ്ങളും ആളുടെ കഴിവുകളെ പറ്റിയിട്ട് ആൾക്കുള്ള അഭിപ്രായങ്ങൾ പറയുന്ന പേരാണ് ആത്മാഭിമാനം. അപ്പം എനിക്കെൻ്റെ ആത്മാഭിമാനം കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം, ഞാൻ ഭയങ്കര പോസിറ്റീവായിരിക്കണം. ഞാൻ ഒരിക്കലും എന്നെ തന്നെ താഴ്ത്തി പറയരുത്, അയ്യോ എനിക്ക് പറ്റില്ല. നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ആ കാര്യത്തിൽ ചിലപ്പോൾ തോറ്റുന്നൊക്കെ വരും, നമ്മൾ ചിലപ്പോൾ ആ ചെയ്ത കാര്യങ്ങൾ തെറ്റിപ്പോയെന്നൊക്കെ വരും, അല്ലെങ്കിൽ ആ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങളോ എന്തെങ്കിലുമൊക്കെ പറ്റിയെന്നൊക്കെ വരും. പക്ഷേ ഞാൻ പറയും നമ്മളത് ട്രൈ ചെയ്യണം. നമ്മളത് ട്രൈ ചെയ്ത് തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് ഒരു ക്രെഡിറ്റ് കിട്ടും, ഞാനാണത് ചെയ്തത്. അത് തോറ്റു അല്ലെങ്കിൽ അത് ലോസായി, ഫെയിലറായി, ഒരു കുഴപ്പമില്ല. ഒന്ന്, ഞാൻ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണം. എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് എൻ്റെ കഴിവുകളോട് ഉള്ളൊരു സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റണം. എൻ്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആവണം. എൻ്റെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പ്രൊആക്റ്റീവായിരിക്കണം. ഞാൻ ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്, ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് ഞാൻ ഇടപഴകുന്നത്, ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണോ ഇടപഴകുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഭയങ്കര നെഗറ്റീവായിട്ടാണോ, ഞാൻ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണോ സംസാരിക്കുന്നത്, ഞാൻ അവരുടെ അടുത്ത് എടാ വാ നമുക്ക് ചെയ്യാം, വാ കൂട്ടുകാരെ വാ നമുക്ക് ചെയ്യാം, കുട്ടികളെ നമുക്ക് ചെയ്യാം, ഞാൻ അവരുടെ അടുത്ത് പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് എൻ്റെ കയ്യിലുണ്ടോ, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എൻ്റെ കയ്യിലുണ്ടോ, പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് എനിക്കുണ്ടോ. അത് നമുക്ക് എപ്പോഴും നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് വലിയൊരു ക്വാളിറ്റി ആയിരിക്കും. രണ്ടാമത്തത് സെൽഫ് ലവ്. ഇന്ന് അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ലോകത്തിൽ. നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുക. സ്വന്തം കുറേ ആൾക്കാർ ഇങ്ങനെയുണ്ട്. ഇപ്പോൾ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ കാണുന്ന ഒരു ആക്ടിവിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൽഫി എടുക്കുക. എല്ലാവരും സെൽഫി എടുക്കുക. അവനവൻ്റെ ഫോട്ടോ അവനവൻ തന്നെ എടുക്കുക, എന്നിട്ട് അവനവൻ തന്നെ പോസ്റ്റ് ചെയ്യുക.
ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിമ നോക്കിയിരിക്കുക. എനിക്ക് ഇത്ര ലൈക്ക് കിട്ടിയോ, ഇത്ര പേര് അതിന് തംസപ്പ് അടിച്ചോ, അല്ലെങ്കിൽ ആ ഹാർട്ടിൻ്റെ ചിഹ്നം ഇട്ടോ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സ്വന്തം ചെയ്യുന്നു. നല്ലതാണ്, തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല. പിന്നെ സ്വയം ഡെവലപ്പ് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് ശരിക്കും ലോകത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വാക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന വാക്കല്ല. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് എന്നെ ഇഷ്ടമാണോ, എനിക്ക് എൻ്റെ ശരീരത്തിന് ഇഷ്ടമാണോ, എനിക്ക് എൻ്റെ ഭംഗിന് ഇഷ്ടമാണോ, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമാണോ എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കണം. സ്വയം സ്നേഹിക്കാത്ത ആൾക്കാരുടെ സെൽഫ് എസ്റ്റീം ഭയങ്കര കുറവായിരിക്കും. കാരണം അവർക്ക് അവരുടെ മേൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. ഒന്ന് സെൽഫ് ലവ്, രണ്ടാമത്തത് സെൽഫ് അക്സെപ്റ്റൻസ്. എനിക്ക് എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ കഴിവുകൾ, എനിക്ക് കഴിവുണ്ട്, ഈ കഴിവുകൾ എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഈ കഴിവുകൾ എനിക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഈ കഴിവുകൾ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. എനിക്ക് എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ കളറ്, എൻ്റെ മുടി, അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റ്, എൻ്റെ വെയ്റ്റ്, എൻ്റെ ബോഡിയുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എന്നെ തന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഇതൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതാണ്. സെൽഫ് അക്സെപ്റ്റൻസ് ഇല്ല. കുറേ ആൾക്കാർ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ തന്നെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കാനൊക്കെ ആയിട്ട്. ഫോണിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഫോട്ടോസൊക്കെ ജെന്യുവിനായ ഫോട്ടോസാണോ? അല്ല. നമ്മളെടുക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ കളറ് എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നു. നമ്മുടെ ആ ഫോട്ടോയിൽ നമ്മൾ കൂടുതൽ എഡിറ്റിങ്ങൊക്കെ നടത്തുന്നു. കുറേ പേർക്ക് അവരെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സെൽഫ് ലവ് ഇന്ന് കുറേ പേർക്കില്ല. സെൽഫ് അക്സെപ്റ്റൻസ് കുറേ പേർക്കില്ല. സെൽഫ് അവയർനെസ്, നമ്മളെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായം, അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അറിയണം. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. അതൊക്കെ നമ്മളെപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം നമ്മളെ പറ്റിയിട്ട്. എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, ഈ വീക്ക്നെസ്സസിനെ, എൻ്റെ പോരായ്മകളെ എങ്ങനെ എനിക്ക് സ്ട്രെങ്ത് ആയിട്ട് മാറ്റാൻ പറ്റും, അതിനെ പറ്റിയിട്ട് നല്ലൊരു ബോധം നമുക്കുണ്ടാവണം. നമ്മളെന്നാണ് നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുന്നത്, നമ്മളെന്നാണ് നമ്മുടെ കഴിവുകളെ ബഹുമാനിക്കാൻ പഠിക്കുന്നത്, നമ്മളെന്നാണ് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരും നന്മയിലേക്ക് വരണം, അവരും വളരണം, അവരും ഉയരണം, അവരും അനുഗ്രഹിക്കപ്പെടണം, ഞാൻ എന്നാണ് അവരും സന്തോഷമായിട്ട് ജീവിക്കണം, അവരും നന്നായിട്ട് എൻജോയ് ചെയ്യണം അവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറേ നന്മകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ? അത് ഞാൻ എപ്പോഴും ചിന്തിക്കണം. സെൽഫ് എസ്റ്റീം, ഇറ്റ്സ് ആൻ ഒപ്പീനിയൻ അബൌട്ട് വൺ സെൽഫ് ആൻഡ് ഹിസ് ഓൺ എബിലിറ്റീസ്. എനിക്ക് സെൽഫ് ലവ് ഉണ്ടാവണം, ഞാൻ എന്നെ തന്നെ ബഹുമാനിക്കണം. അല്ലെങ്കിൽ എന്താ പറഞ്ഞു വരുന്നതെന്നറിയോ, ഞാൻ സെൽഫ് എസ്റ്റീം അല്ല, അതിൻ്റെ പേര് പറയുന്നതാണ് സെൽഫ് പിറ്റി. ഞാൻ എന്നെ തന്നെ താഴ്ത്തി പറയണു, അയ്യോ എനിക്കിത് പറ്റില്ല, എനിക്കിത് പോരാ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കഴിവില്ല, എന്നോട് സംസാരിക്കാൻ പറയരുത്, എനിക്ക് ഈ ഇനിഷ്യേറ്റീവ് തരരുത്. അങ്ങനെ നമ്മളോട് തന്നെ പറയുകയാണെന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ തന്നെയാണ് നമ്മൾക്ക് നടക്കുന്ന കുറേ കാര്യം നമ്മൾ തന്നെയാണ് പ്രവചിക്കുന്നത്. നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും എന്താ പറഞ്ഞു വരുന്നതെന്നറിയോ, നമ്മളെ തന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാണ്. നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ കഴിവുകളെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ റെസ്പെക്റ്റ് ചെയ്യണം, അതിനെ വളർത്തണം. നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ സെൽഫ് എസ്റ്റീം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സൂപ്പറായിരിക്കും, ഞാൻ എപ്പോഴും സന്തോഷിക്കും. എൻ്റെ ഒപ്പമുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും സന്തോഷിക്കാനായിട്ട് ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യും, അവരെ ഇൻസ്പയർ ചെയ്യും, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ അവരെ എൻകറേജ് ചെയ്യും. അവർ എപ്പോഴെങ്കിലും വിഷമത്തിലാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും ആദ്യം പോയിട്ട് അവരെ സഹായിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല, ഈ സെൽഫ് എസ്റ്റീം ഉള്ള വ്യക്തികളുടെ കുറേ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. വീണ്ടും ഞാൻ പറയട്ടെ, എനിക്ക് ആ സെൻറ്റൻസ് ഭയങ്കര ഇഷ്ടമായി. സെൽഫ് എസ്റ്റീം, ഇറ്റ്സ് ആൻ ഒപ്പീനിയൻ അബൌട്ട് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആൻഡ് ഹിസ് എബിലിറ്റീസ്. എനിക്ക് എൻ്റെയും എൻ്റെ കഴിവുകളെയും
പറ്റിയിട്ടുള്ള എനിക്കൊരു അവയർനെസ്, എൻ്റെ അഭിപ്രായം എന്താണ്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും എൻകറേജ് ചെയ്യാണ്, നമ്മുടെ സെൽഫ് എസ്റ്റീം നമ്മൾ വേണം ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതൊരു ഇന്നർ ക്വാളിറ്റിയാണ്. അതൊരു ഇന്നർ ക്വാളിറ്റിയാണ്. ഞാൻ എന്നാണ് അതുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അത് ഇൻറ്റൻഷനലാണത്. ഇൻറ്റൻഷനൽ. ഞാൻ എന്നും കാലത്ത് എണീക്കുമ്പോൾ അയ്യോ ഇന്നും കോളേജിൽ പോകണം, ഇന്നും കളിക്കാൻ പോകണം, ഇന്നും ജോലിക്ക് പോകണം, അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യണം, അത് മാറ്റിയിട്ട് ഞാൻ എന്നും കാലത്ത് എണീക്കുമ്പോൾ ഇതൊരു പുതിയൊരു ദിവസമാണ്, ഞാൻ ഇന്ന് നന്നായിട്ട് ജീവിക്കും, ഞാൻ ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഞാൻ പോയിട്ട് മോട്ടിവേറ്റ് ചെയ്യും, ഇന്ന് ഞാൻ ഒരാളെങ്കിലും പോയിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ നമുക്ക് എന്നും കാലത്ത് എണീക്കാൻ പറ്റുമോ? ഒരു ദിവസം ഫുള്ളും നമുക്ക് അത്രയും പവറായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സെൽഫ് എസ്റ്റീം നമ്മൾ വേണം ഇൻറ്റൻഷനലായിട്ട്, മനഃപൂർവ്വമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. താങ്ക് യു.